ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മരുതൻകുഴി കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2025 ഏപ്രിൽ 5 മുതൽ 13 വരെ നടക്കുകയുണ്ടായി. അതിൽ 8ാം ദിവസം നടന്ന സപ്താഹ സമർപ്പണത്തിൻ്റെ തിരു ആറാട്ടിൻ്റെയും ആറാട്ട് ഘോഷയാത്രയുടെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി ഭക്തിപുരസ്സരം കാഴ്ചവെക്കുന്നു. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരദായ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ജഗാചക്രവാണേ നമസ്താവരാധം സ്വസ്വാഖിലേശാം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രവാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരിൽ സമസ്താപരാധം ക്ഷമസ്വാഖിലേശാം. മുഖേ വന്ദകാദന്തകീതന്ത്രപാദം കരേ ദാരുചക്രം സുരേധാഭിവന്ദ്യം ഭുജംഗേ ശയാനം മദീമത്മനാമം ഹരേ അന്യദൈവം പ്രയാണം വരേന്ദ്രത്വമത്യാം. ശ്രീകൃഷ്ണാർജുന സമ്മാനി പ്രാണായാമരസ്യവാരി പൂർവജന്മകൃതാനിതാമനമോദനം യാസ്യം സർവപത്മനാഭസ്യാം മുഖവത്ഥാൻ ഗംഭീർവാ പുനർജന്മനവിദ്യതേകോരം ദസ്വദേവസ്വദേവായ ഗുരുവായൂരപ്പാശ്രണം. ഹരേ രാം ഹരേ രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ കൃഷ്ണ. ദ്രവബന്ധുരം പിബത ഭാഗവതം സമാലയം ദുർഗഗണം നിർമ്മലോനഗണോദയം മംഗളഭൂയിഷ്ഠപുരഗ്രാമം മൃഗാദരാം മുജുർമുനയോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ പേരോലൊന്ന കല്ലു വേണമോ ഇന്ദ്രനീലമോദം വീണങ്ങോമ കല്ലു വേണമോ പശുക്കളെ പാലിക്കുന്ന കല്ലു വേണം പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ഭഗവാൻ കൃഷ്ണൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തോട് അവതരിച്ചിരിക്കുകയാണ്. ആ ഭാഗവതമാണ് നമ്മളൊക്കെ പാടി ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗവതത്തെ ഒരിക്കലും കൈവിടാതിരിക്കുക. ഭാഗവതത്തിൻ്റെ ഒരു ശക്തിയില്ലെങ്കിൽ ഈ സപ്താഹം ഇത്രയും വർഷം ഇവിടെ നടത്തിയില്ല. ഇത്ര മാറ്റമാണ് ഓരോ ഏറ്റവും കൊണ്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനവധി സൗകര്യങ്ങളായി, എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളായി, അന്നദാനത്തിനുള്ള സൗകര്യങ്ങളായി, അതുപോലെ ക്ഷേത്രവും വളരെ ഗംഭീരമായി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടത്തുന്നു. അവിടുത്തെ ചടങ്ങുകളായാലും പുറമേയുള്ള ചടങ്ങുകൾ ഓരോ വർഷവും സാംസ്കാരിക പീഠത്തിൻ്റെ വകയായി കച്ചേരി നടത്തുകയും ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അനവധി ദിവസം കച്ചേരിയായിട്ടും അനവധി സത്സംഗങ്ങളായിട്ടും ഇവിടെ നടക്കുന്നത്. ഏകാദശിക്കും ദ്വാദശിക്കും നാരായണീയ പാരായണമായിട്ടും അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളോടെ ഓരോ വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ ഓരോന്ന് സമർപ്പിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകും. തീർച്ചയാണ്, സംശയിക്കേണ്ട. വള്ളിയൂർ ക്ഷേത്രത്തിൽ അച്ഛൻ്റെ ഉപാസനമുണ്ട്. ഗണപതി മണി സങ്കല്പത്തിലാണ് ഭഗവാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിനായകർത്തി സെപ്റ്റംബർ ഒക്ടോബർ ആഗസ്റ്റ് മാസം 27-ാം തീയതി വിനായകർത്തി പരിപാലയുന്നവും സമസ്ത സകുലോ ഭവന്തു ലോകാ സമസ്ത സകുലോ ഭവന്തു ലോകാ സമസ്ത സകുലോ ഭവന്തു.
സപ്താഹത്തിന്റെ സമർപ്പണ ദിവസമായെന്ന് നമ്മുടെ യേശുസന്നിധിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ആദരപൂർവ്വം നടക്കുന്നത്. അതിന് മുന്നോടിയായി നമ്മുടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ക്ഷേത്ര രക്ഷാധികാരിയും ശ്രീ രക്ഷാധികാരിയായി ക്ഷേത്രത്തിലെ എല്ലാമായ ശ്രീ അയ്യപ്പൻ സാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ISRO ചെയർമാനായ ശ്രീ ജയപ്രകാശ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൗൺസിലർ ശാസ്ത്ര നിലപാട് കൗൺസിലർ മുതലുദ്ദേശ ക്ഷേത്ര സെക്രട്ടറിയുമായ മധുചേട്ടനുണ്ട്. എല്ലാവരും നമുക്കൊപ്പം ഈ യജ്ഞ സമർപ്പണത്തിനുള്ള ഈ യജ്ഞവേദിയിൽ നടന്ന നമ്മുടെ ഈ 18ാമത് സപ്താഹത്തിന്റെ സമർപ്പണം എല്ലാവരും ഒപ്പം ചേരാൻ അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും രണ്ട് വാക്ക് സംസാരിക്കാനായി ആദരപൂർവ്വം പൊതുവരെയും ഈ യജ്ഞവേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുക. ഈ നാട്ടിലെ പുരോഗനാഥനായ നിങ്ങളെല്ലാം ആരാധ്യ ദൈവവും ശ്രീ ഉദ്യനൂരമ്മയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എൻ്റെ മുൻകാലങ്ങളിൽ ചെറുപ്പകാലഘട്ടത്തിൽ ഈ ക്ഷേത്രവുമായി കുറച്ച് സമയം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ കേശവപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ നിമിഷം ഇവിടെ നടക്കുന്നത്. എന്തായാലും ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഭ എന്ന് പറഞ്ഞാൽ വെളിച്ചം. ആ വെളിച്ചത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്നവനാണ് ഒരു ഭക്തൻ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമോ വേണ്ട എന്നുള്ളതല്ല, മറിച്ച് അതിന് മറ്റൊരു അർത്ഥം കൂടിയാണ്. ഉള്ളിലുള്ള അന്ധകാരത്തെ പുറത്തേക്ക് കളയുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തനും പ്രാർത്ഥനയും ദൈവം എങ്ങനെയുണ്ടായി? ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ, ആ പ്രകാശം നമ്മളിലേക്ക് തരുന്ന ആ ഒരു വലിയൊരു പ്രതിഭാസമാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട യജ്ഞാചാര്യനായ തിരുമേനി അദ്ദേഹം സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പേ വളരെ വിലപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അടുത്ത 19ാമത്തെ സപ്താഹം അടുത്ത വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ക്ഷേത്രത്തിൽ കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായ അത്യാവശ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി പൂർണ്ണമായും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് അത് വളരെ ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കണം അടുത്ത 19ാമത്തെ സപ്താഹ വരുന്ന സമയത്തേക്ക് എന്ന് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. ഈ സപ്താഹത്തിൽ എല്ലാവരും ആകമഴിഞ്ഞിവിടെ സഹകരിക്കുകയും ഇതിനകത്തിലെ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുകയും ചെയ്തതിന് ഞാൻ ആത്മാർത്ഥമായി എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ കേശവരത്തപ്പൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നു വരുന്ന 18ാമത് ഭാഗവത സപ്താഹയജ്ഞം മള്ളിയൂർ കേശവൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നതിൻ്റെ സമർപ്പണ ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ എന്നോട് നമ്മുടെ സെക്രട്ടറി ഭാരവാഹികളും 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ ശാസ്ത്രജ്ഞ കൗൺസിലർ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സിനോടും 100% യോജിക്കുകയാണ്. എനിക്കതിൽ 2 പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മുടെ മക്കൾ വെളിയിലേക്ക് പോകാം, നിങ്ങൾ അവർക്ക് എത്ര വയസ്സാണെന്ന് നോക്കുന്നു വേണ്ട. കുഞ്ഞാണെങ്കിലും 15 ആണെങ്കിലും 20 ആണെങ്കിലും 25 ആണെങ്കിലും അവരുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് അവരൊന്ന് പറഞ്ഞു വിട്ട് നോക്കും. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങൾക്ക് അതിനുള്ള ചേഞ്ച്
കാണാൻ പറ്റും. അതുപോലെ തിരിച്ചു വരുമ്പോൾ യാതൊരു രീതിയിലും കുറ്റപ്പെടുത്താതെ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഡെഫിനറ്റ്ലി നടക്കും. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഇടയ്ക്ക് ഈ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മകളുടെ തോളത്തുനിന്ന് കൈ വയ്ക്കുക, അല്ലെങ്കിൽ തോളിൽ കൈയിട്ടോടെ നടക്കുക, ഇതൊക്കെ നമുക്ക് പറയുമ്പം എളുപ്പമാണെങ്കിൽ പോലും നമ്മൾ ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 5-ാം തീയതി വൈകുന്നേരം തുടങ്ങിയ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ വിവിധ ചടങ്ങുകൾ നമ്മളെല്ലാവരും ആസ്വദിച്ചതാണ്. അപ്പോൾ ഞാൻ സാറിന് സൂചിപ്പിച്ച പോലെ ഈ കൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, ഇങ്ങനെയുള്ള അവതാരങ്ങളെല്ലാം ഓരോ സ്റ്റേജുകളും കഴിഞ്ഞ 5-ാം തീയതി ഉദ്ഘാടനം മുതൽ ഇന്ന് നമ്മളിരിക്കുന്ന സമർപ്പണ പൂജ വരെയുള്ള വിവിധ ചിത്രങ്ങൾ, നമുക്ക് വിവിധമായ ആ ചടങ്ങുകൾ നമ്മളെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുകയും അതെല്ലാം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി അത്തരം സന്ദർഭങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ അമ്പല കമ്മിറ്റി, അതേപോലെ ഒട്ടനവധി ഭക്തജനങ്ങൾ, ഒട്ടനവധി പൂജ സമർപ്പിക്കുന്ന ഭക്തർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ സമർപ്പണം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ യജ്ഞം തന്നെ സമർപ്പിക്കുന്നത്. യജ്ഞ സമർപ്പണം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ വ്യാപ്തി അതിന് യോജിച്ചതാണ്. ഇപ്പം ഋഷിമംഗലം ക്ഷേത്രത്തിൽ നിന്നൊക്കെ അവിടെ കമ്മിറ്റിക്കാർ മുഴുവൻ പേരുടെ വന്നിരുന്നു. ഒരുപാട് ജഗദീഷ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ ഈ കേശവരത്ത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ അതിലേക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പല കമ്മിറ്റി ഭാരവാഹികളെല്ലാം ഇവിടെ ഋഷിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് ഋഷിമംഗലം ക്ഷേത്രത്തിലെ പ്രധാന ഭാരവാഹികൾ എല്ലാവരും എത്തിയിരുന്നു. അതേപോലെ തന്നെ ജഗതി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ഭാരവാഹികൾ ഏറെക്കുറെ എത്തിയിരുന്നു. ഋഷിമംഗലം ക്ഷേത്രത്തിൽ നമ്മൾക്ക് സപ്താഹം നടക്കുന്ന പോലെ ഇതേ സമയത്താണ് അവരുടെയും സപ്താഹം നടക്കുന്നത്. അതിലിവിടെ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, എനിക്ക് 22ാമത്തെ വയസ്സിലാണ് ഭാഗവത സപ്താഹ യജ്ഞം ഞങ്ങൾ അമ്പലത്തിൽ തുടങ്ങിയത്. അദ്ദേഹത്തിന് ഇപ്പം 60 വയസ്സുള്ളൂ. ഇപ്പം 32ാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഋഷിമംഗലം ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അവർക്ക് പോലും ഇവിടുത്തെ സപ്താഹത്തിൻ്റെ ഈ വിശേഷണങ്ങൾ കണ്ടപ്പോൾ അവർ വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിച്ചിട്ട് പറഞ്ഞു, വളരെ ഗംഭീരമായാണ് കേശവരത്ത് സപ്താഹം നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കേശവ സന്നിധിയിൽ എത്രമാത്രം 38ാമത് ഭാഗവത സപ്താഹ യജ്ഞം ആസ്വദിക്കുന്ന വേദിയിൽ നിന്ന് അവരിവിടെ വന്ന് നിന്നിട്ട് ഇവിടെ കൃഷ്ണാവതാരം നടക്കുന്ന സമയത്ത് അന്ന് ഋഷിമംഗലം അമ്പലത്തിൽ കൃഷ്ണാവതാരമാണ്, പ്രധാന ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ആ കൃഷ്ണാവതാരം നടക്കുന്ന സമയത്തെല്ലാം അവരിവിടെ ഉണ്ട്. അവിടെയും കൃഷ്ണാവതാര സമയങ്ങളായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിയിട്ട് ഇവിടെ കൃഷ്ണാവതാരം തൊഴുതുകയും ഇവിടുത്തെ ചടങ്ങുകളും ശ്രേഷ്ഠമായ ഒരുക്കങ്ങളും ഈ സംവിധാനങ്ങളെല്ലാം അവർക്ക് ആകൃഷ്ടരായി. ഇവിടെ നടക്കുന്ന കലാക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാം അവർ വീക്ഷിച്ചിട്ടാണ് പോയത്. ഇവിടെ ഒരു കുട്ടികളുടെ ഒരു കലാക്ഷേത്രമുണ്ട്. നമ്മൾ 13 വർഷമായി ആരംഭിച്ച ഒരു കലാക്ഷേത്രമാണ്. അതിനകത്ത് നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ കലകൾ അഭ്യസിക്കാൻ പറ്റുന്നു അതെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട്. അവരുടെ കായികപരമായ കലാപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള, നേരത്തെ മധുചേട്ടൻ സൂചിപ്പിച്ച ഈ ലഹരിയിലോട്ട് പോകുന്ന യുവതലമുറ അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ നമുക്കിപ്പം ഈ ലഹരിയിലോട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും 18ഉം 20ഉം വയസ്സിലൊക്കെയാണ് പണ്ടൊക്കെ ആൾക്കാർ അതിലോട്ട് പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ വരെ ഈ സാധനം എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത എത്രമാത്രം നമുക്ക് ആൾക്കാരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ അത് കൂടുതലും ഹിന്ദു സമൂഹത്തിലാണ് എത്തുന്നത്. ഹിന്ദു കുട്ടികളാണ് ഇതിന് കൂടുതൽ ഇരകളാവുന്നത്. അതാണ് നമ്മളെ കൗൺസിലർ ഇത് സൂചിപ്പിക്കാൻ കാരണം. അത്ര ഭയാനകമാണ്. അതിൻ്റെ ഒരു ഇതെങ്ങനെ ആൾക്കാരിൽ എത്തിക്കണമെന്ന് ഇന്ന് ഈ ചേട്ടൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ വ്യാപ്തി അറിയത്തില്ല. എങ്ങനെ എത്തിച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്രത്തോളം ഇത് വ്യാപിച്ചു പോയി. അതാണ്. അപ്പം അവിടെയാണ് ഇതേപോലുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ നമുക്കിത് ഈ കേൾക്കാനുള്ള മനസ്സ്, ഈ പറയുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ 18 ഭാഗവത സപ്താഹ യജ്ഞം നടന്ന ഒരു ദൈവികമായ ചടങ്ങുകളിൽ കൂടെ നടന്ന ഈ സപ്താഹത്തിൻ്റെ വിവരണങ്ങളാണ് നമുക്ക് പഴയ പുരാണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടക്കുമ്പോൾ മധുചേട്ടൻ ഇവിടെ പറഞ്ഞത് ഇന്നത്തെ ആനുകാലിക സന്ദർഭങ്ങളെ അതെങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമാണ് തന്നത്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. നമ്മൾ കേൾക്കുന്നതോടൊപ്പം നമ്മൾ വരും തലമുറയിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ശ്രദ്ധ വേണം. എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ 18ാമത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആൾക്കാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ കേശവ സന്നിധിയിൽ ഭഗവാന്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു, സപ്താഹം നടന്ന വേദികളിൽ നിന്ന് ആൾക്കാരിവിടെ എത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ 18ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് പ്രാധാന്യം, അതിൻ്റെ ഒരു സൂചന മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പം
നമ്മളെ മള്ളിയൂർ തിരുമേനി 18 സപ്താഹവും മള്ളിയൂർ തിരുമേനിയാണ് ഇവിടെ വായിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ ഈ വന്ന ആൾക്കാർക്കല്ല, അവരൊക്കെ ഓരോ വർഷം ഓരോ ആൾക്കാരെ മാറ്റി മാറ്റി വഹിക്കുമ്പോൾ കേശവരത്ത് എന്താണ് മള്ളിയൂർ തിരുമേനി തന്നെ വയ്ക്കുന്നതെന്നൊരു ചോദ്യം വന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയേറെ ഭാഗ്യം ചെയ്ത നമ്മളെ മരുതുകുഴിയിലോ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ എത്രമാത്രം ആൾക്കാർക്ക് അതിന് ഭാഗ്യവാൻ ഉള്ള ആൾക്കാരുണ്ടായെന്നുള്ള അതിൻ്റെ ഉപരി പ്രഭാഷണം നടത്തുന്നു. നമ്മളിപ്പോൾ ഇന്ന് പ്രഭാഷണം നടത്തിയ അദ്ദേഹം ഒരു സപ്താഹം നടത്തുന്ന ആചാര്യനാണ്. അപ്പം വിവിധ സപ്താഹങ്ങൾ നടത്തുന്ന ആചാര്യന്മാരെ ഈ കേശവ സന്നിധിയിൽ എത്തിക്കുകയാണ്. മള്ളിയൂർ തിരുമേനിയാണ് അവിടെ എത്തിക്കുന്നത്. കേശവരത്ത് ആര് പ്രഭാഷണം, ഇപ്പം അടുത്ത വർഷത്തെ പ്രഭാഷണം അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ വർഷവും അടുത്ത പ്രഭാഷണം നടത്തുന്ന ആൾ ആരായിരിക്കണം, അവർ എത്രത്തോളം കേശവരത്തെ ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് ഇവിടെ വരുന്ന സപ്താഹം കേൾക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സപ്താഹം കേൾക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇത്രയും, അതായത് നമ്മളെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ, അതായത് നമ്മളെ ഈ പ്രഭാഷണങ്ങളിൽ, ആത്മീയമായ പ്രഭാഷണങ്ങളിൽ ഉന്നതിയിൽ നിൽക്കുന്ന മഹാന്മാരായാലും മഹത്വമുള്ള വ്യക്തികളെ ഇവിടെ എത്തുകയാണ്. അപ്പം മള്ളിയൂർ തിരുമേനി 18 സപ്താഹവും സപ്താഹത്തിൽ എഴുതിക്കുന്നതെല്ലാം വായിക്കുന്നത് ഏത് ആചാര്യങ്ങളൊന്നും വായിച്ചാലും ആ പുസ്തകത്തിലുള്ളതാണ് വായിക്കുന്നത്. പക്ഷേ പ്രഭാഷണം നടത്തുമ്പോൾ ആനുകാലിക വിഷയങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആധ്യാത്മികത എങ്ങനെ ഇന്നത്തെ തലമുറകളിൽ എങ്ങനെ ഏത് തരത്തിൽ എത്തിക്കാമെന്നുള്ള വിഷയത്തെ കൂടെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന ആളെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കേശവരത്ത് ആരെ വേണം എന്ന് നിശ്ചയിക്കുന്നത് മള്ളിയൂർ തിരുമേനിയാണ്. ഈ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഈ ശ്രമിക്കാൻ വന്ന നേരത്തെ പറഞ്ഞ രുക്മിണീ സ്വയംവരവും നമ്മളെ കുചേലോഭാഗ്യനവും അതേപോലെ കൃഷ്ണാവതാരങ്ങളും ആറാട്ടും എല്ലാം ഗംഭീരമായിരുന്നു. ആറാട്ട് കടവിലൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, രാവിലെ നല്ല മഴ പെയ്തു, ആ കടവിൽ ഒഴുക്ക് കുറവായിരുന്നു. അവിടെ കെട്ടിക്കിടന്ന മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോകാനുള്ളൊരവസരം രാവിലെ ഉണ്ടായി. അത് കഴിഞ്ഞ് ആറാട്ട് കടവിൽ ഭഗവാൻ ആറാടി എന്ത് ഗംഭീരമായാണ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയത്. മഹാദേവ ക്ഷേത്ര സന്നിധി തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു സ്വീകരണമാണ് അവിടെ ശിവൻകോവിലിൽ ആറാട്ട് കടവിൽ അവർ ഒരുക്കിയത്. അവിടെ പറയിട്ടു അവർ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി തന്നിരുന്നു. ആദ്യമായിട്ടാണ് അവിടെ ശിവൻകോവിലിൽ ഇങ്ങനെ ഒരു സഹകരണം കിട്ടുന്നത്. ഒരുക്കിയിരിക്കുന്നതെല്ലാം കുട്ടികളാണ് ഒരുക്കുന്നത്. നമ്മൾ ഭഗവാന്റെ വിഗ്രഹങ്ങൾ തലേ ദിവസത്തെ ഹാരങ്ങളെല്ലാം മാറ്റി, വിളക്കുകളെല്ലാം മാറ്റി, വിളക്കുകളൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. തിരുമേനിയുടെ പീഠങ്ങൾ ഉൾപ്പെടെയുള്ള യഥാസ്ഥാനത്ത് വയ്ക്കുന്നു, എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു. ഇത് മുഴുവൻ ഇവിടുത്തെ ഒരു മുതിർന്ന ഒരാൾ പോലും ഈ കുട്ടികളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല. അവർക്ക് അവരുടെ റോളറിയാം, അവരെന്താണ് ചെയ്യേണ്ടതറിയാം. അവർ തിരുമേനി പൂജ കഴിഞ്ഞിറങ്ങി തിരിച്ച് അകത്ത് ദീപാരാധന കഴിയുമ്പം കുട്ടികൾ ഉടുപ്പൊക്കെ ഊരി അങ്ങോട്ട് കയറുകയാണ്. നമ്മൾ നോക്കിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരിക്കും. പല വീട്ടുകാരും കുട്ടികളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് രാത്രിയാണ് വിളിച്ചോളൂ, 11 മണിക്കും 12 മണിക്കാണ് വിളിച്ചോണ്ട് പോകണത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു കൂട്ടായിക്കൊണ്ട ഒരു അമ്പലം. എനിക്ക് എൻ്റെ അടുത്തൊരു അമ്പലത്തിൻ്റെ ഒരാൾ ഇവിടെ വന്നപ്പം എൻ്റെ അത് സൂചിപ്പിച്ചതാ, കേശവരത്തുള്ള ന്യൂജൻ ഒരു തലമുറയാണുള്ളത്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റും, അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മറ്റ് അമ്പലങ്ങളെ പോലെയല്ല, ഇതൊരു ന്യൂ ജെൻ ഒരു കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് 1ാം സ്ഥാനം കിട്ടിയ നമ്മളൊരു കലാക്ഷേത്ര കുട്ടിയാണ് ദർശൻ. നിർഭാഗ്യവശാൽ ദർശൻ ഇപ്പം നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. നമുക്കെന്തായാലും ആ ഒരു കുട്ടി നല്ല കഴിവ്. കഴിഞ്ഞ സപ്താഹത്തിന് ഇവിടെ നമ്മളെ MLA പ്രശാന്ത് അദ്ദേഹത്തിന് അതിൻ്റെ മുന്നേ നടന്ന കലോത്സവത്തിൻ്റെ സമ്മാനദാനം വിതരണം ചെയ്തതാണ്. അതിനുശേഷം ഈ വർഷവും ഈ സപ്താഹത്തിന് ആ കുട്ടിക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നമ്മെ വിട്ട് പിരിയേണ്ട ഒരു അവസരം ഉണ്ടായത്. നിർഭാഗ്യവശമായ കാര്യം, പറയാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യം. എങ്കിലും തന്നെയും നമുക്ക് അത്രയേറെ നമ്മൾ അമ്പലത്തിന് ആത്മാർത്ഥമായിരുന്നൊരു കൊച്ചാണ്. അപ്പോൾ അതിൻ്റെ ആത്മാവിന് നമ്മൾ ഈ അവസരത്തിൽ ഞാൻ ആത്മാവിന് കുടുംബത്തിന് ആ അവരുടെ തീരാദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി തരുന്നു ഈ ഭഗവാന്റെ സന്നിധിയിൽ. ഈ 18ാമത് സപ്താഹം ആ ദർശൻ്റെ ആത്മാവിന് ആത്മസംതൃപ്തി കൂടെ നേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥിക്കുന്നത്. ഒരു വികാരം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അനിൽ പ്രസംഗം നടത്തിയത്. ഈ സപ്താഹത്തിൽ പങ്കുകൊണ്ട എല്ലാ ഭക്തജനങ്ങളെയും ആശംസ അറിയിച്ചുകൊണ്ട് തിരുമേനിയുടെ നേതൃത്വത്തിൽ അടുത്ത 19ാമത്തെ സപ്താഹം ഇതിനെക്കാട്ടിൽ ഭക്തിനിർഭരമായി ഇവിടെ നടത്തുവാൻ കേശവരത്തപ്പൻ അനുഗ്രഹിക്കട്ടെ പാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓരോ